ഇന്നൽ ഹംദലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദിലല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. قال أراغب أنت عن آلهتي يا إبراهيم لئن لم تنتهي لأرجمنك واهجرني مليا. رب اشرح لي صدري ويسر لي أمري. സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെ നാടും നഗരവും വലിയ പുരോഗതിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. 19 കൊല്ലങ്ങൾക്ക് മുൻപുള്ള നാടല്ല ആ കാലഘട്ടത്തിലുള്ളവർ അനുഭവിച്ച ത്യാഗമോ മറ്റേതെങ്കിലും അർത്ഥത്തിലുള്ള കാര്യങ്ങളോ ഇന്ന് പലർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. ഒരു ഭാഗത്ത് നാടും നഗരങ്ങളും വല്ലാതെ വികസിക്കുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുവോ? മനുഷ്യനെ എളുപ്പത്തിൽ ചൂഷണം ചെയ്യാനും എളുപ്പത്തിൽ പണമുണ്ടാക്കാനും ആർക്കും അവനവന്റെ ചിന്തകൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കാനും മാറ്റാനും പറ്റുന്നതായി മാറിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ അന്ധവിശ്വാസം, അനാചാരം എന്നൊക്കെ പറഞ്ഞ് കെട്ടുകെട്ടിച്ചിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമ്മൾക്കിടയിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള കാര്യം. മന്ത്രിച്ചൂതിക്കെട്ടലും വെള്ളത്തിൽ പിഞ്ഞാണത്തിൽ ഊതിക്കൊടുക്കലും നഫീസത്തുമാല കുടിപ്പിച്ചാൽ മാത്രമേ പ്രസവിപ്പിക്കാവൂ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അതെല്ലാം തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തതിന് ശേഷവും ഇന്ന് ആ പിഞ്ഞാണമെഴുത്തിന് പോലും കൂലിയുണ്ട്, ആ പിഞ്ഞാണത്തിൽ എഴുതി കുടിച്ചാൽ പോലും അതിൽ ശമനമുണ്ട് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന പുരോഹിതന്മാരാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളെ പോലും പിശാചിന് എളുപ്പത്തിൽ സ്വാധീനിക്കാൻ പറ്റുന്നതാണ് അള്ളാഹുവിൽ പങ്കു ചേർപ്പിക്കുക എന്നുള്ളത്. നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ ഇനി നമ്മൾ മാറുമോ? ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന നമ്മളെയൊക്കെ മാറ്റാൻ പിശാചിന് പറ്റുമോ? അതൊന്നും ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് അവകാശമില്ല. കാരണം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ചെങ്കടല് പളർത്തി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൂടെ ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു പറ്റം ആളുകളെ അല്ലാഹു തആല രക്ഷപ്പെടുത്തി. ആ വടി നിലത്തിട്ടപ്പോൾ പാമ്പായതും ആ വടി കൊണ്ടടിച്ചപ്പോൾ ആ ഒരു നദി രണ്ടു ഭാഗത്തേക്ക് മാറി നിന്നതുമൊക്കെ കണ്ണുകൊണ്ട് കണ്ടവരാണവർ. പക്ഷേ ആ കടല് കടന്ന് ചെങ്കടല് കടന്ന് അള്ളാഹു നിശ്ചയിച്ച നാട്ടിലെത്തി. അള്ളാഹുവിനോട് അവർ ചോദിച്ചതൊക്കെ റബ്ബ് അവർക്ക് ആകാശത്ത് നിന്നും ഇറക്കി കൊടുത്തു. മന്നവസൽവ, കഴിക്കാനുള്ള ഭക്ഷണം, കുടിക്കാനുള്ള നീലുറവ, അവരാഗ്രഹിച്ച രീതിയിലുള്ള ഭക്ഷണങ്ങൾ, ഇതൊക്കെ അല്ലാഹു തആല എത്തിച്ചു കൊടുത്ത അതേ സമയം 40 ദിവസത്തേക്ക് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമ അള്ളാഹുവിന്റെ അരികിലേക്ക് റബ്ബിന്റെ കൽപ്പന പ്രകാരം സംസാരത്തിന് വേണ്ടി തൂര് സീനാ പർവ്വതത്തിലേക്ക് പുറപ്പെട്ടപ്പോ തിരിച്ചു വന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമ കാണുന്നത് അള്ളാഹുവിനെ അറിഞ്ഞ ആ ജനത അവരിലുള്ള ചില ആളുകളുടെ സ്വർണ്ണാഭരണങ്ങൾ ഒരുക്കി ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി അതാണ് അള്ളാഹു എന്ന വിശ്വാസത്തോടുകൂടി ആരാധിക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സന്ദേശമുണ്ട്. ഏത് മുവഹിദീങ്ങളെയും മുശ്രിക്കാക്കാൻ പിശാച് ആർജിച്ച് പണിയെടുത്തുകൊണ്ടിരിക്കും. ഏത് സെക്കൻഡും അവന്റെ വിശ്വാസത്തെ മാറ്റിമറിക്കാൻ ശൈത്താൻ അവന്റെ പിന്നാലെ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകളും ശിർക്കിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയോ വട്ടിപ്പാടുന്ന പാട്ടുപാടുന്നതിനനുസരിച്ചും അല്ലെങ്കിൽ കെട്ടുകഥകൾക്കനുസരിച്ചും ജീവിതത്തെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവർ. അല്ലാഹു തആല ആവർത്തിച്ചോർമ്മപ്പെടുത്തിയ ഒരു വാക്കുണ്ട്: നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ ഏത് നന്മകളും നശിപ്പിച്ച് കളയുന്നതാണ് ശിർക്ക്. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളോട് അല്ലാഹു തആല പറയുന്ന ഒരു വാക്കുണ്ട്: പ്രവാചകരെ, താങ്കൾ അള്ളാഹുവിന് പ്രിയപ്പെട്ടവനായിരിക്കും, താങ്കൾ ഒരുപാട് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിച്ചവനായിരിക്കും, താങ്കളെ ഞാൻ തെരഞ്ഞെടുത്തവനായിരിക്കും, ജനങ്ങളിലെ ഏറ്റവും നല്ലവനായി നിങ്ങളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ശരി, ലഇൻ അശ്റക്ത, റസൂലേ, നിങ്ങളാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ അള്ളാന്റെ പ്രിയപ്പെട്ടവൻ എന്ന പരിഗണനയില്ല, ജനങ്ങൾക്കിടയിൽ പേരുള്ളവൻ എന്ന പരിഗണനയില്ല. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, നിങ്ങൾ പോലും ചെയ്ത എല്ലാ നന്മകളും നിങ്ങൾക്ക് നശിച്ചു പോകും പ്രവാചകരെ എന്ന് അല്ലാഹു തആല താക്കീത് കൊടുക്കുന്നത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക. ഇവിടെയാണ് ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ആർജിച്ചെടുക്കേണ്ട വലിയൊരു ചരിത്രം. ആദർശത്തിനായി ജീവിതം നീക്കിവെക്കുകയും ആദർശത്തിന് വേണ്ടി ത്യാഗം ചെയ്യുകയും ഏതൊക്കെ പ്രയാസ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടും പിശാചിന്റെ ഒരു പ്രവൃത്തിയിൽ പോലും പങ്കെടുക്കാൻ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ താല്പര്യം കാണിക്കാത്ത ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം. അതുകൊണ്ടാണ് ജീവിതത്തിൽ 9 തവണ ആ പേര് നമ്മളെ കൊണ്ട് റബ്ബ് ഉച്ചരിപ്പിക്കുന്നതും. ഒരു വിശ്വാസിയാണെങ്കിൽ ലോകം അവസാനിക്കുന്ന കാലത്തോളം ആ പ്രവാചകനെ ഓർക്കാൻ വേണ്ടി പടച്ച റബ്ബ് നിശ്ചയിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നിന്റെ പുതുക്കലാണ് ഇന്ന് വിശ്വാസികൾ ആ മണ്ണിൽ നടത്താൻ വേണ്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും കുടുംബത്തിന്റെയും ത്യാഗത്തിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ആ മണ്ണിൽ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള വിശ്വാസികൾ ആരെ മറന്നുപോയാലും ഇബ്രാഹിം നബിയുടെ പേരുച്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് അതിന് ചെയ്യാൻ സാധിക്കാത്തവരോട് റബ്ബ് ഓർമ്മപ്പെടുത്തി, നിങ്ങളുടെ നാട്ടിൽ വെച്ച് നിങ്ങൾ ആ പ്രവാചകനെ ഓർക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ. അല്ലാഹുമ്മ ബാരിക്, അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണം, അല്ലാഹുവേ നീ സംരക്ഷിക്കണം, നീ ഉദാരമതിയാണ്.
ആർക്ക് കൊടുത്തതുപോലെ ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ചെയ്തതുപോലെ നിന്റെ ബർക്കത്തും നിന്റെ ഔദാര്യവും നിന്റെ സംരക്ഷണവും അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കുടുംബത്തിലും ആ സമുദായത്തിലും ഉണ്ടാകട്ടെ എന്ന് നമ്മളെ കൊണ്ട് അല്ലാഹു തആല പ്രാർത്ഥിപ്പിക്കാനുള്ള കാരണം പോലും ലോകത്തെ ഇത്രമാത്രം ആദർശത്തിന് വേണ്ടി തൗഹീദിന് വേണ്ടി ഉറച്ചു നിന്ന് പൊരുതിയ ഒരു പ്രവാചകനെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുകയില്ല. എന്തായിരുന്നു ഇബ്രാഹിം നബിയുടെ മാതൃക? അദ്ദേഹത്തിന്റെ ആദർശത്തോടുള്ള പ്രതിബദ്ധത, കയ്യിലുള്ള വിശ്വാസം തൗഹീദാണെങ്കിൽ ലോകത്തൊരാളെ മുൻപിലും നമ്മൾ ആശങ്കപ്പെടേണ്ടി വരികയില്ല. ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണെങ്കിൽ അതിന്റെ പേരിൽ എന്തൊക്കെ പീഡനങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വന്നാലും ഒരിക്കൽ പോലും മനസ്സൊന്ന് ചഞ്ചലമാവുകയില്ല. മനസ്സിൽ തൗഹീദ് ഉണ്ടെങ്കിൽ. തൗഹീദ് ഇല്ലെങ്കിൽ അവനൊരു കാക്ക കരഞ്ഞാൽ ഭയപ്പെടും, അവനൊരു പൂച്ച ചാടിയാൽ ഭയപ്പെടും. ആ പൂച്ചയുടെ നിറം കറുപ്പാണെങ്കിൽ അവൻ ഭയപ്പെടും. വീട്ടിന്റെ ഏതെങ്കിലും ഭാഗത്തിരുന്നു കൊണ്ട് ഒരു പക്ഷി പ്രത്യേക ഈണത്തിൽ മൂളിയാൽ അവൻ മരണത്തെ ഭയക്കും. അവന്റെ നാവിന്റെ മുകളിലുള്ള 5-6 പുള്ളി കറുത്ത പുള്ളികൾ നാക്കിന്റെ ശക്തിയായി അവൻ കണക്കാക്കും. ഇങ്ങനെ പലതുകൊണ്ടും അവൻ ഭയപ്പെടാനുള്ള കാരണം അവന്റെ ഹൃദയത്തിൽ ഏകദൈവ വിശ്വാസം എന്ന തൗഹീദിന്റെ പാളിച്ചയാണെന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ലോകത്തിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബിയെ തൊട്ട് അദ്ദേഹത്തിന്റെ ചരിത്രം വിശദീകരിക്കുമ്പോൾ പഠിപ്പിച്ച വലിയൊരു സന്ദേശം, സ്വന്തം പിതാവും ജനതയും ബഹുദൈവ വിശ്വാസത്തിലും ബിംബാരാധകരായിരുന്നിട്ടുകൂടി അവരുടെ അരികിൽ ചെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വഇദ് ഖാല ലിഅബീഹി, തന്റെ പിതാവിനോടും വഖൗമിഹി, തന്റെ ജനതയോടും അദ്ദേഹം ചോദിച്ചു, മാദാ തഅബുദൂൻ, നിങ്ങൾ എന്തിനെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെ കാണാത്ത കേൾക്കാത്ത, നിങ്ങളുടെ സംസാരം അറിയാത്ത വെറും കല്ലിന്റെ ബിംബങ്ങളോടാണോ മൺപ്രതിമകളോടാണോ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ച ചോദ്യം. അതിനവർ തിരിച്ചു പറഞ്ഞ മറുപടി, ഇബ്രാഹിം ഖാലു വജദിന ആബാഅന, ഞങ്ങളെ പൂർവികരായ പിതാക്കന്മാര് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു, ഞങ്ങളും ചെയ്യുന്നു. വീണ്ടും ഇബ്രാഹിം നബി ആ ബിംബങ്ങളുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മത്സരിച്ചിറങ്ങി. ആ നാട്ടിൽ ഒരു വലിയ ആഘോഷം നടക്കുമ്പോ ആ ആഘോഷത്തിൽ അദ്ദേഹം പങ്കെടുക്കാതിരിക്കുകയും ആ നാട്ടിൽ ജനങ്ങൾ ആരാധിച്ചിരുന്ന വലിയ ബിംബങ്ങളെയും ചെറിയ ബിംബങ്ങളെയും ആ ചെറിയ ബിംബങ്ങൾ മുഴുവനും അദ്ദേഹം കോടാലി കൊണ്ട് വെട്ടിപ്പൊളിച്ചു. വലിയ ബിംബത്തിന്റെ കഴുത്തിൽ കോടാലി വെക്കുകയും ചെയ്തു. തിരിച്ചു വന്ന ജനത കാണുന്നത് അവരുടെ ആരാധ്യ വസ്തുക്കളെ ആരോ തല്ലിപ്പൊളിച്ച കാഴ്ച. അവര് സങ്കടത്തോടെയും ദേഷ്യത്തോടെയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു, ഇബ്രാഹിം ആയിരിക്കും. ഇബ്രാഹിമിനെ ബന്ധിക്കപ്പെട്ടു, കൊണ്ടുവന്ന് ചോദ്യം ചെയ്തു. തിരിച്ചാ സദസ്സിൽ ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് കൂടിയ രംഗത്ത് ഇബ്രാഹിം നബി ചോദിച്ചത് ഒരൊറ്റ ചോദ്യം, അല്ല ജനങ്ങളെ, ഈ വലിയ ബിംബവും ചെറിയ ബിംബവും നിങ്ങളെ കാണും, നിങ്ങളുടെ വാക്കുകൾ കേൾക്കും, ഈ ഭൂലോകത്ത് സംഭവിക്കുന്നതൊക്കെ അറിയും എന്ന വിശ്വാസത്തിലല്ലേ നിങ്ങൾ ആ ബിംബത്തെ സുജൂദ് ചെയ്യുന്നത്? എങ്കിൽ ആ വലിയ ബിംബത്തിന്റെ കണ്ണിന്റെ മുൻപിൽ വെച്ച ഈ ചെറിയ ബിംബത്തെ ആരോ തച്ചൊടച്ചത് നിങ്ങൾക്കറിയണമെങ്കിൽ വലിയ ബിംബത്തോട് ചോദിച്ചാൽ പോരെ? ഞാനാണോ അല്ലേ എന്നറിയണമെങ്കിൽ നിങ്ങൾക്ക് ആ വലിയ ബിംബത്തോട് ചോദിച്ചാൽ പോരെ? സ്വന്തം വിശ്വാസത്തിന്റെ പരാജയം ബോധ്യപ്പെട്ട ഭരണാധികാരി വീണ്ടും കൽപ്പിക്കുന്നത് ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ. ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ ആ സെക്കൻഡിൽ പോലും എന്റെ തൗഹീദ് അതെന്റെ റബ്ബിന് വേണ്ടിയാണെന്ന് ബോധ്യപ്പെട്ടപ്പോ തീക്കുണ്ടാരത്ത് അദ്ദേഹം ഭയക്കാതെ പറഞ്ഞു, ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ, എനിക്കെന്റെ റബ്ബ് മതി. അള്ളാഹുവിന്റെ കൽപ്പന വന്നു. തീയോട് റബ്ബ് കൽപ്പിച്ചു, തീയെ കുനു നാറൻ, അലവാൻ ആ തീയോട് കൽപ്പിച്ചു, കുനു ബർദൻ വസലാമ, നീ ഇബ്രാഹിം നബിക്ക് തണുപ്പും സമാധാനവും കൊടുക്കണം. ആ ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് തൗഹീദിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ലോകത്തെവിടെയും നമ്മൾ ആശങ്കപ്പെടേണ്ടി വരികയില്ല. ഒരമലും നമ്മളുടേത് നഷ്ടപ്പെടുകയില്ല. ഒരാളുകളുടെ മുൻപിലും നമ്മൾ തലകുനിക്കേണ്ടി വരികയില്ല. സ്വന്തം വിശ്വാസത്തിൽ ഒരു അബദ്ധം പറ്റിയോ എന്ന ആശങ്കയിൽ നമ്മൾ ജീവിക്കേണ്ടി വരികയില്ല, കയ്യിൽ തൗഹീദ് ഉണ്ടെങ്കിൽ. പക്ഷേ ഇന്ന് ജാഗ്രതയോടെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വിഷയവും ഇതേ ശിർക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പലരും അള്ളാഹുവിൽ നിന്ന് ഈ ഉമ്മത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ തുടങ്ങി. അതുകൊണ്ടാ
മുദബ്ബിറുൽ ആലമാണ് മടവൂർ കിടക്കുന്നതെന്നും ലോകത്തുള്ള സർവമാന ഔലിയാക്കൾക്കും എന്തൊക്കെയോ കഴിവുണ്ടെന്നും വ്യാഖ്യാനിച്ച് ഇല്ലാത്ത പൊട്ടക്കഥകൾ പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിനെ ജാറങ്ങളിലേക്കും മക്ബറുകളിലേക്കും ദർഗകളിലേക്കും മന്ത്രിച്ചൂതലുകളിലേക്കും ഊതിയ വെള്ളം കൊടുക്കുന്നതിലേക്കും പിഞ്ഞാണമെഴുത്തിലേക്കും ഈ ഉമ്മത്തിനെ ചിലർ കൊണ്ടുപോകാനുള്ള കാരണം ആ വിശ്വാസത്തിൽ ഈ ഉമ്മത്തിനെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ കേരളത്തിൽ ഏറ്റവും വരുമാനമുള്ള ഒരു മാർഗമായി മതം മാറിക്കൊണ്ടിരിക്കുകയാ. പ്രവാചകന്റെ പാരമ്പര്യം പറഞ്ഞ് പേരക്കുട്ടികളാണെന്ന് അവകാശപ്പെട്ട് ഇല്ലാത്ത ചിലതൊക്കെ ഊതിക്കൊടുത്തും കൊടിമരങ്ങൾ ഉണ്ടാക്കിയും ഒരുപാട് ആളുകൾ മതത്തെ ചൂഷണം ചെയ്യുമ്പോ അള്ളാഹുവിൽ നിന്ന് ഇത്തരത്തിലുള്ള നിർമ്മിത കഥകളിലേക്കും ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളിലേക്കും വേഷം കെട്ടുന്ന ഔലിയാക്കളിലേക്കും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ശ്രദ്ധ തിരിച്ചതിന്റെ പരിണിതഫലമാണ് കേരളക്കരയിൽ ഷിയാക്കൾ വർദ്ധിക്കാൻ തുടങ്ങി, സൂഫികൾ വർദ്ധിക്കാൻ തുടങ്ങി, കേട്ടുകേൾവിയില്ലാത്ത പല വിശ്വാസങ്ങളും നമ്മളെ കേരളക്കരയിൽ എത്താൻ തുടങ്ങി. ജാഗ്രതയോടെ ഓരോ കുടുംബവും ചിന്തിക്കണം, എന്റെ ജീവിതത്തിൽ ശിർക്ക് വന്നു പോയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ തൗഹീദിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും അവര് വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളോടൊക്കെ നമുക്ക് ചോദിക്കാം. കാരണം അവർ ഔലിയാക്കളല്ലേ. ആരെങ്കിലും ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് കണക്ഷൻ എടുക്കാറില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹ് ഇഷ്ടപ്പെട്ട ഔലിയാക്കള്, മമ്പർത്ത തങ്ങള്, മുനമ്പത്ത് ബീവി, ഉള്ളാള് തങ്ങള്, കുട്ടിച്ചിറ ഷെയ്ഖ്, അല്ലെങ്കിൽ പൈതൽ മക്കള്, ഇവരുടെയൊക്കെ അടുത്ത് ചെന്ന് എന്തൊക്കെയൊക്കെ കാര്യം പറഞ്ഞാൽ അവര് മുഖേന അള്ളാന്റെ അരികിലേക്ക് എത്താം. അവർക്ക് അള്ളാഹ് കൊടുത്ത കഴിവ് അത് മുൻനിർത്തി ചോദിക്കാം, അള്ളാഹ് അവർക്ക് കൊടുത്തിട്ടുണ്ടോ അതറിയേല. അവരെങ്ങൾ കാണുന്നുണ്ടോ അതറിയൂല. നിങ്ങൾ പറയുന്നവർ കേൾക്കുന്നുണ്ടോ അതറിയൂല. പക്ഷെ എന്തറിയാം, അന്ന് ബനൂ ഇസ്രായേലിൽപ്പെട്ടവരും മക്ക മുശ്രിക്കീങ്ങളും പറഞ്ഞതുപോലെ അള്ളാന്റെ അടുത്തേക്ക് അടുക്കാനും സഹായം കിട്ടാനും ഞങ്ങൾ അവരിലേക്ക് ചേരുന്നു എന്ന് മാത്രം. ഇവിടെയൊക്കെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ അള്ളാന്റെ ഹബീബ് വിളിച്ചു കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. ആരോടാ പറയുന്നത്? അള്ളാഹുവിന്റെ തിരുദൂതന്റെ കൂടെ നെഞ്ചൊട്ടി നിന്ന് പടപൊരുതിയ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് അടുത്തേക്ക് വിളിച്ച് പറയുന്ന ഒരു രംഗം നമ്മളൊന്ന് മനസ്സിലാലോചിക്കൂ. 1000 പ്രസംഗം നടത്തി, തൗഹീദിന്റെ 10,000 പ്രസംഗം നടത്തിയ ഒരു പ്രാസംഗികനോട് തൗഹീദിനെ കുറിച്ച് പറയുന്നത് പോലെ ആ മഹാനായ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് റസൂലുള്ളാഹി പറയുന്നു, യാ അബൂബക്കർ, അബൂബക്കറെ, ഇന്ന ശിർക അഖ്ഫ മിൻ ദബീബിൻ നംലി. ഇരുട്ടുള്ള രാത്രിയിൽ കറുത്ത പാറക്ക് മുകളിലൂടെ നിങ്ങൾ പോലും ചിന്തിക്കാത്ത നിലക്ക് ശിർക്ക് നിങ്ങളിലേക്ക് വരും. ഇന്ന ശിർക, തീർച്ചയായും ആ ശിർക്ക്, അഖ്ഫ, നിങ്ങൾ പോലും അറിയാതെയായിരിക്കും വരിക. അപ്പോഴേക്കും നിങ്ങളെ മനസ്സ് മാറിയിട്ടുണ്ടാകും. നിങ്ങൾ അതിനെ ന്യായീകരിച്ചു തുടങ്ങും. അള്ള കൊടുത്ത കഴിവിൽ നിന്നല്ലേ. പശുക്കുട്ടിയാണെങ്കിലും അത് ഞങ്ങൾ ഉണ്ടാക്കിയതാണെങ്കിലും അതാണ് അല്ലാ അല്ല എന്നുള്ളതിന് നിങ്ങൾ അള്ളാനെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവരതിനെ ഗോപ്യമാക്കി വെക്കും. അതുകൊണ്ട് അബൂബക്കർ, താങ്കൾ നിരന്തരം പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലമു. റബ്ബേ, അറിവുള്ളവനായിക്കൊണ്ട് ശിർക്ക് ചെയ്തു പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലി ചോദിക്കുന്നു. റബ്ബേ, എന്റെ ജീവിതത്തിൽ ഒരിക്കലും ആ ശിർക്ക് വരാൻ പാടില്ല. അതോടൊപ്പം വസ്തഗ്ഫിറുക ലിമാ ലാ അഅലം, അറിവില്ലായ്മ കൊണ്ട് എനിക്ക് പറ്റിപ്പോയ അബദ്ധത്തിന് നീ എനിക്ക് പൊറുക്കൽ തരണം റബ്ബേ എന്നും നിരന്തരം നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഇതായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ ലോകത്തിന് കാണിച്ചു കൊടുത്ത തൗഹീദ്. മറ്റൊരു മാതൃക, ഇന്ന് തൗഹീദിൽ ജീവിക്കുന്നവർക്ക് ക്ഷമ വേണം എന്നുള്ള മഹത്തായ ഒരു സന്ദേശവും നമുക്ക് എളുപ്പം ഈ ഉമ്മത്തിനെ മാറ്റാൻ പറ്റൂല. 950 കൊല്ലം ദഅവത്ത് നടത്തിയിട്ടും വിരലിൽ എണ്ണാവുന്നവരെ മാത്രമേ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് തൗഹീദ് നടത്തിയാൽ നാളെ എല്ലാവരും മുവഹിദുകളാകണം എന്നില്ല. നിരന്തരം, അതുകൊണ്ടാണ് നിരന്തരം തൗഹീദ് പറയുന്നത്, നിരന്തരം ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നത്. ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പറയണോ? എന്തെങ്കിലുമൊക്കെ അത് പറഞ്ഞിട്ട് എന്തിനാ വെറുതെ അങ്ങനെ വീണ്ടും വീണ്ടും എന്നൊക്കെ ചിന്തിക്കുന്നിടത്ത് ദീൻ പറഞ്ഞു കൊടുക്കുമ്പോ ആരും എളുപ്പത്തിൽ അത് സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. ആരും സ്വീകരിച്ചിട്ടില്ല. തിരുദൂതന്റെ സഹാബത്തിൽപ്പെട്ടവരല്ലാതെ ആളുകൾ അത് കേട്ടാസ്വദിച്ചിട്ടേയുള്ളൂ. അതുകൊണ്ട് ക്ഷമ വേണം, സഹനം വേണം. കാരണം ഇബ്രാഹിം നബി റബ്ബിനോട് പ്രാർത്ഥിച്ചു, റബ്ബേ, എനിക്ക് കുഞ്ഞിനെ വേണം,
എനിക്കൊരു മകനില്ല റബ്ബേ. എന്തിന്? എന്റെ സ്വത്ത് ഭാഗം വെക്കുമ്പം അത് കൊണ്ടുപോകുന്ന ഒരു അനന്തരാവകാശിക്ക് വേണ്ടിയിട്ടല്ല, എന്റെ തൗഹീദ് ഏറ്റെടുത്ത് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്ന ഒരു മകൻ എനിക്കില്ല റബ്ബേ. സാറ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ 85 വയസ്സ് വരെ ഇബ്രാഹിം നബി ജീവിച്ചു പ്രാർത്ഥിച്ചു. ആ 85ാമത്തെ വയസ്സിലാണ് പിന്നീട് സാറയിലല്ല ഹാജറ ബീവിയിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമ എന്ന മകനെ അല്ലാഹു തആല കൊടുക്കുന്നത്. അഥവാ ഏത് ജീവിതത്തിന്റെ പ്രബോധന രംഗത്തായാലും ഒരു ക്ഷമ തൗഹീദുള്ളവർക്ക് അത്യാവശ്യമാണ്. ഏത് കാര്യത്തിലും ആ ക്ഷമയോടെ മുന്നേറാൻ ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു, കുടുംബം നമ്മളെ പഠിപ്പിക്കുന്നു. അള്ളാന്റെ തീരുമാനം എങ്കിൽ മരുഭൂമിയിലേക്ക് ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടട്ടെ, റബ്ബിന്റെ തീരുമാനം എങ്കിൽ ഞാനിതാ മകനെ അറുക്കാൻ ഒരുങ്ങട്ടെ, റബ്ബിന്റെ തീരുമാനം എങ്കിലും വാപ്പാങ്ങളിന്റെ കഴുത്തറുത്തോളൂ. ആ ക്ഷമ, ആ സഹനം, അത് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ നിന്നും ഇന്നത്തെ ഉമ്മത്തിനുള്ള മാതൃകയാ. അതോടൊപ്പം ഏത് ഭീഷണിയിലും തളരാത്ത തൗഹീദിന്റെ വക്താക്കളാവണമെന്ന ചരിത്രം പലരും കുറ്റപ്പെടുത്തിയേക്കാം. നമ്മളൊക്കെ പറയാറുണ്ട്, നാട്ടിലേതെങ്കിലും എന്തെങ്കിലും വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോ ആളുകൾക്ക് ഒരു പരാതിയുമില്ല. പക്ഷെ റബ്ബിനെ പറ്റി പറയുമ്പോ ഇന്നതെടുത്ത് ചെയ്യരുത്, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, റബ്ബിനോട് സഹായം ചോദിക്കാവൂ എന്നൊക്കെ പറയുമ്പോ ആളുകൾ എതിരാകുന്നു, കുറ്റപ്പെടുത്തുന്നു, ആക്ഷേപിക്കുന്നു. ജാറങ്ങൾക്ക് കൈവില്ലെന്ന് പറഞ്ഞാൽ ആളുകൾ പരിഹസിക്കുന്നു. ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞാൽ, മടവൂരിലെ മുദബ്ബിറുൽ ആലമിനെ അങ്ങനെ പറയരുതെന്ന് പറയുമ്പോ ആളുകൾ പരിഹസിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു, ഭീഷണിപ്പെടുത്തുന്നു. അള്ളാഹുവിനെ പറഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നവും ഇല്ല എന്ന അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ. എവിടെ തൗഹീദ് പറയുമ്പം ആക്ഷേപങ്ങൾ ഉണ്ടാവും, കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും. അതേ ഓരോ കൂട്ടരും ഒന്നോ രണ്ടോ ആളുകൾ ഏറ്റെടുക്കട്ടെ എന്നല്ല, തൗഹീദ് പ്രചരിപ്പിക്കുക എന്നുള്ളത് തൗഹീദിൽ നിൽക്കുന്നവരുടെ ബാധ്യതയാ. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ആ ജനതയിൽപ്പെട്ട ഭരണാധികാരി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഖാല അറാഗിബു അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം, ഇബ്രാഹിം, ഞാൻ ആരാധിക്കാൻ പറയുന്ന എന്റെ ഇലാഹിൽ താങ്കൾക്ക് വിശ്വാസമില്ലേ, താല്പര്യമില്ലേ ഇബ്രാഹിം? ഞാൻ മുൻപോട്ട് വെക്കുന്ന ഈ വിഗ്രഹങ്ങളെയും ആരാധനകളെയും നീ താല്പര്യം കാണിക്കുന്നില്ല എങ്കിൽ ലഇല്ലം തൻതഹി ലഅർജുമന്നക, തീർച്ചയായും നിന്നെ ഞാൻ എറിഞ്ഞോടിക്കുക തന്നെ ചെയ്യും, എറിഞ്ഞാട്ടുക തന്നെ ചെയ്യും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ തിരിച്ചു പറഞ്ഞ മറുപടിയും ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നു. എന്റെ റബ്ബ് അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, എന്റെ റബ്ബ് എന്നെ സൃഷ്ടിച്ചവനുമാണ്, എനിക്ക് വഴി കാണിച്ചു തന്നവനുമാണ്. എന്റെ റബ്ബ് എന്നെ മരിപ്പിക്കുന്നവനാണ്, എന്നെ പുനർജീവിപ്പിക്കുന്നവനാണ്. ഈ കഴിവൊക്കെ നിന്റെ ആരാധ്യർക്കുണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു, അതൊന്ന് പ്രകടമാക്കണം, അതൊന്ന് കാണിച്ചു തരണം. ആ ചോദ്യത്തിന്റെ മുൻപിലാ ആ ജനത പെട്ടുപോയതും ഇബ്രാഹിം നബി ആട്ടിയോടിക്കുന്നതും. ഏതൊക്കെ ഭീഷണികൾ ഉണ്ടെങ്കിലും ആര് കുറ്റപ്പെടുത്തിയാലും തൗഹീദിന്റെ വക്താക്കളാവണോ, എവിടെയും നമ്മൾ തളരാനും പാടില്ല, തളർച്ച അനുഭവിക്കാനും പാടില്ല എന്ന മഹത്തായ സന്ദേശം ഇബ്രാഹിം നബി നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നു. ആ ചരിത്രത്തിന്റെ ഭാഗമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബലിയും ഇന്ന് ഹാജിമാര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹജ്ജ് കർമ്മങ്ങളും. ഓരോരുത്തരും അതിനൊക്കെ വേണ്ടി ആവേശത്തോടെ മുന്നിട്ടിറങ്ങുമ്പോ തൗഹീദ് ഇല്ലാതെയാ ബലിയെറുക്കുന്നതെങ്കിൽ, തൗഹീദ് ഇല്ലാതെയാ ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ, തൗഹീദിൽ ഒരു ആശങ്ക വന്നു പോകുന്നുണ്ടെങ്കിൽ, തൗഹീദ് ഇല്ലാത്തവരാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് എത്തുന്നതെങ്കിൽ എല്ലാം വൃഥാവിലായി പോകും. അവിടെ നമുക്ക് പറയാൻ പറ്റണം, എന്റെ പ്രാർത്ഥന, എന്റെ ഇസ്തിഗ്ഫാർ, എന്റെ സഹായം എല്ലാം ഞാൻ എന്റെ റബ്ബിന് മാത്രമേ അർപ്പിക്കുകയുള്ളൂ. റബ്ബല്ലാത്തൊരാളും എന്നെ റബ്ബ് സഹായിക്കുന്നത് പോലെ സഹായിക്കാനില്ല. അല്ലാഹുമ്മ, അല്ലാഹുവേ, നീ അല്ലാത്തൊരാളും എന്നെ സഹായിക്കാനില്ല. ലാ മാനിഅ ലിമാ ഔതൈത വലാ മുഅതി ലിമാ മനഅത, നീ തന്നാൽ എനിക്കത് കിട്ടും, നീ തടഞ്ഞാൽ ലോകത്തൊരാൾക്കും അത് എത്തിച്ചേരാൻ പറ്റില്ലെന്ന ആ പൂർണ്ണ ബോധമുണ്ടെങ്കിൽ ഇബ്രാഹിം നബിയുടെ മാർഗത്തിലാ നമ്മൾ. ആ മാർഗം സ്വീകരിക്കാനും ആ തൗഹീദിൽ ഉറച്ചു നിന്ന് മരിക്കാനും പറ്റിയ ബാക്കി എല്ലാ പാപവും അല്ലാഹു തആല പുറത്തു തരുന്ന, അത് കടലിലെ നുരയോളം ഉണ്ടെങ്കിലും കടലിലെ പതയോളം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞാൻ പുറത്തരും, നിങ്ങൾ ശിർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം. ആ ശിർക്കില്ലാത്തവരായി ജീവിച്ചു മരിക്കാനാ ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ അതേ മനസ്സോടെ മരണം വരെ മുവഹിദാകാനും തൗഹീദിൽ ഉറച്ചു നിന്ന് മരിക്കാനും റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചിന്തിക്കുകയും ജീവിതത്തിൽ മാർഗം സ്വീകരിക്കുകയും ചെയ്യുന്ന
യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ നമ്മളിൽ പലരും കേൾക്കാത്ത വലിയൊരു ചരിത്രം കൂടി സ്വഹീഹായ ഹദീസുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നാളെ അള്ളാഹു ഈ ലോകത്തിന് അവസാനം സംഭവിപ്പിക്കുകയും ഖിയാമത്ത് നാളിന് ശേഷം അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും പരലോകത്ത് പുനർജീവിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ മുൻപിൽ വിചാരണയ്ക്ക് വേണ്ടി, ആ വിചാരണയൊന്ന് ആരംഭിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം സമീപിക്കുന്നത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയായിരിക്കും. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അരികിൽ ചെന്നിട്ട് പറയും, ആദമേ, താങ്കൾ അവ്വലന്നാസ്, ജനങ്ങളിൽ ആദ്യത്തെ വ്യക്തിയാണ്. അതുകൊണ്ട് താങ്കൾ അള്ളാഹുവിനോടൊന്ന് വിചാരണയ്ക്ക് വേണ്ടി വിളിക്കാൻ പറയണം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമ കൈയൊഴിഞ്ഞിട്ട് പറയും, ഞാനൊരു അബദ്ധം ചെയ്തു പോയിട്ടുണ്ട്, കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞൊരു മരത്തെ ഞാൻ സമീപിക്കുകയും ആ മരത്തിൽ നിന്നുള്ള പഴം ഞാൻ ഭക്ഷിക്കുകയും ചെയ്തതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ കാര്യം പറഞ്ഞ് അള്ളാന്റെ അടുത്തേക്ക് ഞാൻ പോവില്ല. അങ്ങനെ അവർ ഓരോ പ്രവാചകന്മാരുടെ അടുത്തേക്കും ചെല്ലുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അരികിൽ ചെല്ലും. ഇബ്രാഹിം നബിയോട് പറയും, യാ ഇബ്രാഹിം അൻത ഖലീലുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ കൂട്ടുകാരനാണ്. അതുകൊണ്ട് വിചാരണയ്ക്ക് വേണ്ടി നിങ്ങളൊന്ന് അള്ളാഹുവിനോട് പറയണം, നിങ്ങളൊന്ന് ശുപാർശ ഷഫാഅത്ത് നടത്തണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ തിരിച്ചു പറയും, ഇല്ല, റബ്ബിന് ഇഷ്ടപ്പെടാത്ത 3 കളവുകൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ആ 3 കളവുകളെ കൊണ്ട് ഇന്ന് അള്ളാഹുവിന്റെ മുൻപിലേക്ക് പോകാൻ എനിക്ക് പേടി തോന്നുന്നു. ഏതായിരുന്നു ആ 3 കളവുകൾ? ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അതിൽ ആദ്യത്തെ കളവ് ഇന്നി സഖീം, ഞാൻ രോഗിയാണ് എന്ന് പറഞ്ഞൊരു സന്ദർഭം. അതായത് ഇബ്രാഹിം നബിയുടെ നാട്ടിലൊരു വലിയ ആഘോഷം നടക്കുകയും ആ ആഘോഷത്തിന് നാട്ടുകാർ മുഴുവനും പോയ സമയത്താണ് ഇബ്രാഹിം നബി ആ നാട്ടിലുള്ള ബിംബങ്ങളെല്ലാം തച്ചൊടച്ച് കളഞ്ഞത്. അന്ന് ആ ആഘോഷത്തിന് വേണ്ടി പുറപ്പെടാൻ നേരത്ത് ഇബ്രാഹിം നബിയുടെ പിതാവും അദ്ദേഹത്തിന്റെ ജനതയും ചോദിച്ചു, ഇബ്രാഹിം, താങ്കൾ വരുന്നില്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ തിരിച്ചു പറഞ്ഞു, ഇന്നി സഖീം, എനിക്ക് അസുഖമാണ്, സുഖല്ല. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ജനങ്ങൾക്ക് യുക്തിയിലൂടെ ആ തൗഹീദ് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊന്നാമത്തെ കളവായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മനസ്സിൽ വല്ലാതെ ആശങ്കയുണ്ടാക്കി. അതോടൊപ്പം തന്നെ രണ്ടാമത്തത്, ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ വേണ്ടി ഭരണാധികാരി വിളിച്ചുകൂട്ടിയപ്പോ ചെയ്തത് ഇബ്രാഹിം നബി ആണെങ്കിലും അദ്ദേഹം തിരിച്ചു പറഞ്ഞൊരു വാക്കിങ്ങനെയായിരുന്നു, ബൽ ഫഅലഹു കബീറുഹും ഹാദാ, വലിയ ബിംബമല്ലേ അവിടെ കഴുത്തിൽ കോടാലിയുമായിട്ടിരിക്കുന്നു, നിങ്ങൾ ആ വലിയ ബിംബത്തോട് ചോദിച്ചു നോക്കൂ, ആരാ ഇതൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചത്, ആ പറയുന്നത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ കളവായി അദ്ദേഹത്തിന്റെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടാക്കി. മൂന്നാമതായി ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നത്, തൗഹീദിന് വേണ്ടിയാണ് ഉറച്ചു നിൽക്കുന്നതെങ്കിൽ ആ കുടുംബം പോലും അള്ളാന്റെ സംരക്ഷണത്തിലായിരിക്കുന്ന, ആ കുടുംബത്തെ പടച്ചറബ് സംരക്ഷിച്ചുകൊണ്ടിരിക്കും. കുടുംബം തൗഹീദിലാണെങ്കിൽ, ആ കുടുംബത്തിൽ മുവഹിദീങ്ങൾ ഉണ്ടെങ്കിൽ, വാപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താവും ഒക്കെ മുവഹിദീങ്ങളാണെങ്കിൽ ആ കുടുംബത്തെ അള്ളാഹു അവന്റെ സംരക്ഷണ വലയത്തിൽ എപ്പോഴും സൂക്ഷിച്ചുകൊണ്ടേയിരിക്കും. മൂന്നാമത്തെ കളവായിട്ട് ഇബ്രാഹിം നബി പറയുന്നത്, അദ്ദേഹത്തെ ഇറാഖിൽ നിന്നും ആട്ടിയോടിച്ചപ്പോ മറ്റൊരു നാട്ടിലേക്ക് അദ്ദേഹം പലായനം ചെയ്യുന്നു. പലായനം ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഒരു നാട്, ആ നാട്ടിലുള്ള ഭരണാധികാരിയെ മുറിച്ചു കടന്നാൽ മാത്രമേ മറ്റൊരു നാട്ടിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റൂ. ആ മുറിച്ചു കടക്കേണ്ട നാട്ടിലെ ഭരണാധികാരി ക്രൂരനും സ്ത്രീലമ്പടനുമായിരുന്നു. ആ നാട്ടിലേക്ക് കാലെടുത്തു വെക്കുന്ന സമയത്ത് ഇബ്രാഹിം നബിക്കറിയാം, ഒരുപക്ഷെ സാറയുടെ വിഷയത്തിൽ അയാൾ എന്നെ പരാജയപ്പെടുത്തും.
സാറയെ അദ്ദേഹം ഉപയോഗിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ആരാണെന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പെട്ടെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പറഞ്ഞു, അന്നക്കി ഉഖ്തി, അതെന്റെ സഹോദരിയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പിന്നീട് ഉണ്ടാകുന്ന ചരിത്രം, ആ നാട്ടിലെ ഭരണാധികാരിയുടെ ഒരു ശിങ്കരൻ, ഒരു ശിങ്കിടി വരികയും സാറ അലൈഹി സ്വലാത്തു വസ്സലാമയെ ബലമായി പിടിച്ചുകൊണ്ടുപോകുകയും ചെയ്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ പിന്നാലെ ചെന്നു. അദ്ദേഹം നമസ്കരിക്കാൻ വേണ്ടി ആ ഭരണാധികാരിയുടെ വീട്ടിന്റെ അരികിൽ വെച്ചല്ലെങ്കിൽ അതിനരികിൽ വെച്ച് അദ്ദേഹം നമസ്കരിക്കാൻ ഇരിക്കുമ്പോ സാറയുടെ നേരെ കൈ നീട്ടി ആ പെണ്ണിനെ പ്രാപിക്കാനും പിടിക്കാനും വേണ്ടി സാറ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നേരെ ആ ഭരണാധികാരി വന്ന സമയത്ത് നേരെ നീട്ടുന്ന കൈ പെട്ടെന്ന് പിണയാൻ തുടങ്ങി. ശരീരം സ്പർശിക്കാൻ പറ്റാതെ ആ ക്രൂരനായ ഭരണാധികാരിയുടെ കൈകൾ പിണഞ്ഞു പോകാൻ തുടങ്ങി, മടങ്ങി വരാൻ തുടങ്ങി. വേദന കൊണ്ട് അദ്ദേഹം പൊളഞ്ഞിട്ട് പറഞ്ഞു, പെണ്ണെ, നീ നിന്റെ റബ്ബിനോട് പറയുക, ഞാൻ ഇനി നിന്നെ സ്പർശിക്കുകയില്ല. സാറ അലൈഹി സ്വലാത്തു വസ്സലാമ പ്രാർത്ഥിച്ചു, കൈ നേരെയായി. വീണ്ടും അദ്ദേഹം കൈ നീട്ടി. ആദ്യത്തേതിനേക്കാൾ അദ്ദേഹത്തിന്റെ കൈ പിന്നെയും പണഞ്ഞു. വീണ്ടും കണ്ണുനീരോടെ പറഞ്ഞു, പെണ്ണെ പ്രാർത്ഥിക്കണം, ഇനി ഞാൻ തൊടൂല. 3 തവണ ആവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, ഈ സ്ത്രീക്ക് എന്തോ ഒരു സംരക്ഷണം എവിടെയോ ഉണ്ട്. സലാം വീട്ടിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുഖത്തേക്ക് നോക്കി അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇബ്രാഹിം, നീ ഒരു വല്ലാത്ത എന്തോ ഒരു ജീവിയെയാണോ അല്ലെങ്കിൽ വേറെന്തോ ആണോ നീ എനിക്ക് എത്തിച്ചു തന്നത്? എന്തോ ഒരു ബാധ ഇവൾക്ക് ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ അവളെ കൊണ്ടുപോയിക്കോ. കൂടെ കൽപ്പന കൊടുത്തു. അവളുടെ സേവനത്തിന് വേണ്ടി അവൾക്കൊരു ഹാജറ എന്ന ഒരു വൃത്യയെയും ഒരു അടിമ സ്ത്രീയെയും വിട്ടുകൊടുത്തു. ആ ഹാജറ ബീവിയെയാണ് പിന്നീട് സാറ അലൈഹി സ്വലാത്തു വസ്സലാമ ഇബ്രാഹിം നബിയോട് ഓർമ്മപ്പെടുത്തുന്നത്, അവൾ അടിമയാകേണ്ടവളല്ലെന്നും അവളിൽ കുഞ്ഞുണ്ടാവണമെന്നും. ഒരു അടിമ സ്ത്രീയെ ഒരാള് ബന്ധപ്പെടുകയും ആ സ്ത്രീ സ്വതന്ത്രയാവുകയും അദ്ദേഹത്തിന്റെ ഭാഗമാകുകയും ചെയ്യും. അങ്ങനെയാണ് ഹാജറ ബീവിയിൽ പിന്നീട് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഉണ്ടാകുന്നതും പിന്നീട് അള്ളാഹുവിന്റെ നിഅമത്ത് പ്രകാരം സാറ അലൈഹി സ്വലാത്തു വസ്സലാമയിൽ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഉണ്ടാകുന്നതും. ഈ ചരിത്രമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥന ഒരിക്കലും ലഭിക്കില്ലെന്ന വിശ്വാസത്തോടെയല്ല, എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചാൽ മക്കളെയും കിട്ടും. ഇനി അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും വലിയൊരു ഖൈറ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു മാനസിക സമാധാനവും ഒക്കെ ആ ചരിത്രത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. കുടുംബത്തെ പോലും റബ്ബ് സംരക്ഷിക്കുന്നത് നമ്മൾ തൗഹീദിലാകുമ്പോഴാണ്. തൗഹീദ് എന്ന് വിട്ടാൽ ആകാശത്തു നിന്നും വീണവനെ പോലെയാകും. തൗഹീദിൽ ആശങ്കപ്പെടേണ്ടി വന്നാൽ ഇബ്രാഹിം നബിയുടെ ചരിത്രത്തോട് നീതിയില്ലാതെ ജീവിച്ചവരായി മാറും. അതുകൊണ്ട് റബ്ബിനോട് മരണം വരെ, റബ്ബേ, നിന്റെ മുവഹിദീങ്ങളായി തൗഹീദിൽ ജീവിച്ചു മരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണം. അതിനു പുറമെ സംഭവിച്ചു പോകുന്ന സർവ്വ പാപങ്ങളും, അത് വ്യഭിചാരമായാലും, കള്ളുകുടിച്ചാലും, നിങ്ങൾ മോഷണം നടത്തിപ്പോയിട്ടുണ്ടെങ്കിലും എല്ലാം റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരും, നിങ്ങളിൽ ശിർക്കില്ലെങ്കിൽ. അതുകൊണ്ട് ഒരിക്കലും ഒരു അനാചാര വിശ്വാസത്തിലേക്കോ ശിർക്കൻ ചിന്തകളിലേക്കോ മനസ്സുകൊണ്ട് പോലും നമ്മൾ പോകാൻ പാടില്ല എന്ന ചരിത്രത്തിൽ നിന്ന്, ആ ചരിത്രത്തോടാണ് നമ്മൾ ആത്മാർത്ഥത കാണിക്കേണ്ടതും ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടതും. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബെ, അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവെ, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ നാഥ. ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബെ ഞങ്ങളുടെ കൂട്ടത്തിൽ. എല്ലാ അസുഖങ്ങളും നീ എളുപ്പത്തിൽ ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ നീ തൗഫീക്ക് നൽകണമേ നാഥ. മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم انصر لغزة. റബ്ബേ, ഗസയിലടക്കം അങ്ങേയറ്റം സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദര വിശ്വാസികൾക്ക് സമാധാനവും സംരക്ഷണവും നൽകി ഓരോ ജനതയോടും നീ കാരുണ്യം കാണിക്കണമേ നാഥാ. പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. രോഗം ബാധിച്ച് കിടക്കുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ പെട്ടുപോയവർ, മരണപ്പെട്ടവർ, എല്ലാവർക്കും ഏറ്റവും ഹൈറായതിലേക്ക്
നീ ഓരോരുത്തർക്കും സമാധാനവും സന്തോഷവും നൽകണമേ. സാമ്പത്തിക ബാധ്യതയിൽപ്പെട്ടവരും കടബാധ്യത കൊണ്ട് വേദനിക്കുന്നവരും ഹറാമായ ലോണ് പോലെയുള്ള പലിശ ഇടപാടുകളിൽ പെട്ടുപോയവരുണ്ട് റബ്ബേ. എല്ലാം മാറി ഹലാലായ സമ്പത്തോടെ ബാധ്യതകളില്ലാതെ മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. പുതിയ കലാലയത്തിലേക്കും സ്ഥാപനത്തിലേക്കും എത്തുന്ന ഞങ്ങളെ മക്കൾക്ക് ദുനിയാവും ആഖിറവും ഭംഗിയാവുന്ന ഒരു സ്ഥാപനം തെരഞ്ഞെടുക്കാനും ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കാനും ഞങ്ങളുടെ കുടുംബത്തിന് നീ തൗഫീക്ക് നൽകണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.